ഋഷിമംഗലത്തേക്കാണ്. ഋഷിമംഗലത്ത് റിപ്പോർട്ടറിന്റെ ഇടപെടലിന്റെ ഭാഗമായി കുടിവെള്ളക്ഷാമത്തിന് താൽക്കാലികമായ പരിഹാരമായെങ്കിലും ശാശ്വത പരിഹാരമായിട്ടില്ല. മാസങ്ങളായി കുടിവെള്ളക്ഷാമം നേരിട്ട ഋഷിമംഗലം നിവാസികൾക്ക് വീണ്ടും കുടിവെള്ള പ്രതിസന്ധി എന്നൊരു വാർത്തയാണ്. റിപ്പോർട്ടർ TV വാർത്ത നൽകിയതിന് പിന്നാലെ 2 ദിവസം ഋഷിമംഗലത്തുകാർക്ക് വെള്ളം കിട്ടി. എന്നാൽ ഇന്ന് ഋഷിമംഗലത്ത് വെള്ളമില്ല. കമ്മട്ടം ലൈനിൽ കൂടി പുതിയ ലൈൻ നൽകാനുള്ള പണികൾ ആരംഭിച്ചിട്ടുണ്ട്. ഋഷിമംഗലത്ത് വെള്ളം എത്തിച്ച് ഞങ്ങളുടെ പ്രതിനിധി അരുൺ സോളമൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അരുൺ സോളമൻ, വെരി ഗുഡ് മോർണിംഗ്. ഋഷിമംഗലത്ത് എന്താ സംഭവിച്ചത്? ഗുഡ് മോർണിംഗ് അരുൺ. നമ്മൾ 2 ദിവസം മുന്നെയാണ് പ്രധാനമായും ഈ കുടിവെള്ള പ്രശ്നം, ഋഷിമംഗലത്തുള്ള കുടിവെള്ള പ്രശ്നം നമ്മൾ അഡ്രസ്സ് ചെയ്തിരുന്നത്. എന്തായാലും ഈ വാർത്താ റിപ്പോർട്ടിലൂടെ നമ്മൾ കൊടുത്തതിന് ശേഷം തൊട്ട് പിന്നാലെ 2 ദിവസം ഈ ഋഷിമംഗലത്ത് വെള്ളം എത്തിയിരുന്നു. അക്കാര്യവും നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചിരുന്നു. എന്തായാലും ഇന്നിപ്പോൾ നമുക്ക് വീണ്ടും ഇവിടെ നിന്ന് അറിയാൻ കഴിയുന്നത് ഋഷിമംഗലത്ത് ഇന്നും രാവിലെ വെള്ളം എത്തിയില്ല എന്നുള്ളതാണ്. ഇതിൽ പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. ഒന്ന്, ഈ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ഋഷിമംഗലത്ത് നമ്മൾ ഈ വാർത്ത നമ്മൾ അറിയുന്നത് തന്നെ ഋഷിമംഗലത്ത് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നമുണ്ടെന്ന് അറിയുന്നത് തിരുവനന്തപുരത്ത് സ്ഥാനത്ത് ഒന്നടങ്കം 44 വാർഡുകളിൽ കഴിഞ്ഞ 5 ദിവസങ്ങളിൽ ഇങ്ങനെ വെള്ളമില്ല എന്നുള്ളൊരു വാർത്ത വളരെ പ്രതിസന്ധി ഉണ്ടാക്കിയിരുന്നു. ഈ 5 ദിവസത്തെ കുടിവെള്ള ക്ഷാമത്തെ തുടർന്നാണ് ഋഷിമംഗലത്തും ഇത്തരത്തിലുള്ള വെള്ളം കാലങ്ങളായിട്ട് ഇത്തരത്തിലുള്ള പ്രതിസന്ധി നേരിടുന്നുള്ള വാർത്ത നമ്മൾ അറിയുന്നത്. ഇതേ തുടർന്ന് ആ വാർത്ത നമ്മൾ പുറത്തു വന്നിരുന്നു. എന്നാലും അന്ന് നമ്മൾ പറഞ്ഞിരുന്നത് ഹോസ്റ്റൽ ഉൾപ്പെടെയുള്ള ധാരാളം ഹോസ്റ്റലുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അത്തരത്തിൽ ഹോസ്റ്റൽ ഉൾപ്പെടെയുള്ള കുട്ടികൾക്കടക്കം വെള്ളം കിട്ടുന്നില്ല, 11 ദിവസത്തോളം വെള്ളം കിട്ടുന്നില്ല എന്നുള്ള ഒരു വാർത്തയായിരുന്നു അന്ന് നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചിരുന്നത്. അതിനെ തുടർന്നാണ് ഋഷിമംഗലത്ത് ഇത്തരത്തിലുള്ള പ്രശ്നം ഈ സ്മാർട്ട് സിറ്റി റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 4 മാസങ്ങളായി ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി ഈ ഋഷിമംഗലത്ത് ഉണ്ടെന്നുള്ള വിവരം നമ്മൾ അറിയുന്നത്. ഇതിനെ തുടർന്ന് നമ്മൾ വാർത്ത നൽകുകയും ഈ വിഷയത്തിൽ കൗൺസിലർ ഗായത്രി ബാബു അടക്കമുള്ളവർ ഈ വിഷയത്തിൽ ഇടപെടൽ നടത്തുകയും ചെയ്തിരുന്നു. അതിനെ തുടർന്ന് കഴിഞ്ഞ 2 ദിവസങ്ങളിൽ വെള്ളം എത്തിയിരുന്നു. എന്തായാലും ഇതിൽ പ്രധാനമായും സൂചിപ്പിക്കേണ്ടുന്ന ഒരു കാര്യം, ഈ വാർത്ത നമ്മൾ നൽകിയതുകൊണ്ട് ഒരു പ്രധാനമായ ഒരു ഇമ്പാക്റ്റ് എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് ഈ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത് F ലൈൻ ആണ്. അതായത് ബഞ്ചൂർ എന്ന് പറയുന്ന ഈ പ്രദേശത്തിലെ ഋഷിമംഗലത്തെ താരതമ്യേന ഏറ്റവും ഉയർന്ന പ്രദേശമാണ്. ഇവിടെ നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. ഈ കഴിഞ്ഞ ദിവസമാണ് ഇവിടെ ഇപ്പോൾ പണികൾ ആരംഭിച്ചുള്ളത്. നമ്മൾ ഈ വാർത്ത നൽകിയതിന് ശേഷമാണ് ഇപ്പോൾ വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും ഈ F ലൈനിലേക്ക് ഒരു വാട്ടർ ലൈൻ വരുന്നുണ്ട്. ഇത് പ്രധാനമായും ബഞ്ചൂർ സ്മാർട്ട് സിറ്റി റോഡുമായി ബന്ധപ്പെട്ട ഒരു പുതിയ ലൈൻ, ഇതിൻ്റെ ഈ ഞാൻ നിൽക്കുന്ന പ്രദേശത്തിൻ്റെ താഴെ ഭാഗത്ത് ഒരു ലൈൻ വരുന്നുണ്ട്. അവിടെ നിന്നും ആണ് ഈ ലൈനിലേക്ക് ഇപ്പോൾ ഒരു പുതിയ ലൈനാണ് ബന്ധിപ്പിക്കാനുള്ള ഒരു നീക്കമാണ് വാട്ടർ അതോറിറ്റി നടത്തുന്നത്. ഇതിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഗായത്രി ബാബുമായി നമ്മൾ സംസാരിച്ചിരുന്നു. ഇപ്പോൾ എന്തായാലും ആരോട് നമുക്ക് ഇവിടുത്തെ ഈ റെസിഡൻസ് അസോസിയേഷനുള്ള ഭാരവാഹികൾ അടക്കമുള്ളവർ നമുക്ക് ഇവിടെ ഉണ്ട്. അവരോട് തന്നെ നമുക്ക് ഈ വിഷയം എന്തായാലും ചോദിക്കാം. സാർ, ഇപ്പോൾ നമ്മൾ ഈ വാർത്ത കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു. അപ്പോൾ ഏറെ സന്തോഷകരമായിട്ടാണ് നിങ്ങൾ പറഞ്ഞത്, വെള്ളം എത്തി എന്നുള്ളൊരു സന്തോഷകരമായ വാർത്ത നിങ്ങൾ പങ്കുവച്ചിരുന്നു. ഇപ്പോൾ ഇന്ന് വീണ്ടും വെള്ളം വരുന്നില്ല. അതുകൊണ്ട് മാത്രമല്ല, ഇതിന് നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം, പുതിയൊരു F ലൈനിലൊരു പുതിയൊരു ലൈൻ കൂടി ബന്ധിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ നിലവിലുള്ള പ്രശ്നം എന്താണ്? നിലവിൽ അന്ന് നിങ്ങൾ വന്ന് ഞങ്ങളെ ഇൻ്റർവ്യൂ ചെയ്ത പിറ്റേ ദിവസം 2 ദിവസത്തിന് വെള്ളം കിട്ടി. ഇന്നിപ്പോൾ താഴ്ന്ന പ്രദേശങ്ങളിൽ കുറച്ച് സ്ഥലത്ത് വെള്ളം കിട്ടി, പക്ഷേ മുകൾ ഭാഗത്ത് വെള്ളം കിട്ടുന്നില്ല. ഏറ്റവും ഉയർന്ന ഭാഗത്ത് വെള്ളം ലഭിച്ചിട്ടില്ല. പിന്നെ അതിൻ്റെ നിങ്ങളുടെ ആ വാർത്തകളുടെയും എല്ലാം കൂടെ പിൻബലത്താൽ ആണെന്ന് തോന്നുന്നു, ഏതായാലും ഒരു പുതിയ ലൈനുമായിട്ട് ലിങ്ക് ചെയ്യാനായിട്ട് ഒരു ലൈൻ ഇവിടെ നേരത്തെ ഒരു ഡെഡ് ലൈൻ ഇവിടെ കിടപ്പുണ്ടായിരുന്നു. അങ്ങോട്ട് കണക്ഷൻ കൊടുത്തിട്ട് അത് ഈ വീട് വിഷമം ഉള്ള കുടിവെള്ളം കിട്ടാൻ ബുദ്ധിമുട്ടുള്ള വീടുകളിലേക്ക് കണക്ഷൻ കൊടുക്കാമെന്നാണ് AE പറഞ്ഞത്. AE വളരെ പോസിറ്റീവായിട്ടാണ് ഇപ്പം പിന്നെ ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ എടുത്ത് തന്നെ പറയണം കേട്ടോ. നമ്മുടെ വാർത്ത വന്നതിന് തൊട്ടു പിന്നാലെ 48 മണിക്കൂർ കൊണ്ട് ഋഷിമംഗലത്തുകാർക്ക് വെള്ളം കൊടുക്കാൻ ജല അതോറിറ്റി ഒരു ശ്രമം നടത്തി. ആ ശ്രമം വിജയിക്കുകയും ചെയ്തു. മാത്രമല്ല, ഇപ്പോൾ എനിക്കൊന്നു അരുൺ, ഈ ഡെഡ് എൻഡിൽ കിടന്ന ഈ ടാപ്പ്, ഈ പൈപ്പ് കണക്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടുള്ള സാങ്കേതിക തടസ്സം മാത്രമല്ലേ ഉള്ളൂ. അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ കിട്ടും. ഋഷിമംഗലത്തുകാരുടെ കുടിവെള്ള ശാശ്വതമായി പരിഹരിക്കും അല്ലേ അരുൺ? ഇതിൽ പ്രധാനമായും സൂചിപ്പിക്കാനുള്ളത് അതെ, ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരം തന്നെയാണ് ഉണ്ടാവാൻ പോകുന്നത്. ഇന്നിപ്പോൾ ഗായത്രി ബാബു ഒരു യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഇവിടുത്തെ റെസിഡൻസിലെ അസോസിയേഷനിലെ ഭാരവാഹികൾ അടക്കമുള്ളവർ, അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റി അടക്കമുള്ളവരുടെ ഒരു യോഗം ബഞ്ചൂർ കൗൺസിലിന്റെ ഓഫീസിൽ വെച്ച് നടക്കുന്നുണ്ട്. പക്ഷേ അരുൺ, ഇതിൽ സൂചിപ്പിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യം, ഉയർന്ന പ്രദേശമായതുകൊണ്ട് വെള്ളം വരുന്നില്ല, അല്ലെങ്കിൽ ധാരാളം ഹോസ്റ്റലുകൾ ഉള്ളതുകൊണ്ട് വെള്ളം വരുന്നില്ല എന്നുള്ള മുട്ടാപ്പുക്ക് ന്യായങ്ങളായിരുന്നു കൗൺസിൽ അടക്കമുള്ള അല്ലെങ്കിൽ വാട്ടർ അതോറിറ്റി അടക്കമുള്ള ഉദ്യോഗസ്ഥർ നമ്മളോട് പങ്കുവച്ചിരുന്നത്. പക്ഷേ വാർത്ത റിപ്പോർട്ട് ചെയ്തതിനു ശേഷം തൊട്ടു പിന്നാലെ 24 മണിക്കൂറുകൾ കഴിയുന്നതിന് മുന്നേ ഈ ഭാഗത്ത് 2 ദിവസം വെള്ളം വന്നു എങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഘടകം എന്താണെന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. കാരണം ഇത്തരത്തിൽ വാൽവ് അടയ്ക്കുന്നതായിട്ട്, ഈ ഭാഗത്തേക്ക് വെള്ളം വരുന്ന പ്രധാനപ്പെട്ട വാൽവുകൾ അടച്ചു വെക്കുന്നതായിട്ടുള്ളൊരു പരാതിയുണ്ട്. എന്തായാലും നമുക്കിവിടെ പ്രതികരണത്തിലേക്ക് തന്നെ പോകാം. സാർ, അങ്ങനൊരു വാസ്തവമുണ്ടോ ഈ കാര്യം? അതായത് ഞാൻ രാവിലെ പോകുമ്പോൾ ആ ലെൻസ് കാർഡ്, അതായത് ഹോളി ഏഞ്ചൽസ് കോൺവെൻറ്റിൻ്റെ മുമ്പിൽ നല്ല ലീക്കുള്ള ദിവസം നമുക്ക് 7 മണി വരെ വെള്ളം കിട്ടും.
2 ദിവസമായിട്ട് അവിടെ നല്ല ലീക്ക് ഉണ്ടായിരുന്നു. ഞാൻ അറിഞ്ഞത് അവരവിടെ കോൺട്രാക്ടർ വന്നെങ്കിലും റോഡ് ഫണ്ടുകാർ അവർക്ക് പെർമിഷൻ കൊടുക്കാത്തതുകൊണ്ട് അവർ തിരിച്ചു പോയി എന്നാണ് ഞാൻ അറിഞ്ഞത്. ഇന്ന് രാവിലെ ഞാൻ നടക്കാൻ പോയപ്പോൾ അവിടെ ലീക്കില്ല, കറക്റ്റായിട്ട് ഇവിടെ വെള്ളമില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം അവർ ആ വാൽവ് അടക്കിയല്ലാതെ ഈ ലീക്ക് താനെ നിൽക്കത്തില്ല. അപ്പോൾ വാൽവിൽ എന്തെങ്കിലും കൺട്രോൾ ചെയ്തുകൊണ്ടായിരിക്കണം അവിടെ ലീക്ക് നിർത്താൻ വേണ്ടി കൺട്രോൾ ചെയ്തതാണോ എന്ന് പോലും എനിക്കറിയത്തില്ല. പ്രധാനമായും അരുൺ, ഈ സ്മാർട്ട് സിറ്റി റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് ഈ ഭാഗങ്ങളിൽ വെള്ളം വരാതെ. ഈ പറഞ്ഞതുപോലെ തന്നെ ഈ വെള്ളം ഋഷിമംഗലത്തെ ഉയർന്ന പ്രദേശങ്ങളിൽ വെള്ളം വരികയാണെങ്കിൽ പല ഭാഗങ്ങളിലും എന്നതാണ് ഏറെ സന്തോഷകരമായ കാര്യം. നമുക്ക് ഇങ്ങനെയൊക്കെയല്ലേ ചെറിയ ചെറിയ സന്തോഷങ്ങൾ മനുഷ്യർക്ക് കൊടുക്കാൻ സാധിക്കൂ. ഋഷിമംഗലത്തെ മനുഷ്യരുടെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകുന്നു. വാട്ടർ അതോറിറ്റി ആ വിഷയത്തിൽ ഇടപെടുന്നു. എഇ അടക്കം അവിടെ വന്നവർക്ക് ശാശ്വത പരിഹാരം നൽകുന്നതിന് നിലവിൽ ഉപേക്ഷിച്ച് കിടന്ന ഒരു ടാപ്പ് കണക്ഷൻ, ഒരു പൈപ്പ് കണക്ഷൻ കൊടുക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ചെറിയ ചെറിയ ഇടപെടലുകളിൽ വലിയ സന്തോഷമുണ്ടാവുന്നത് ഇങ്ങനെയൊക്കെയുള്ള നിമിഷങ്ങളിലാണ്. സന്തോഷം. അരുൺ സോളമനാണ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തതും ഋഷിമംഗലത്തുകാർക്ക് വെള്ളം എത്തിക്കാനുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുന്നതും വാട്ടർ അതോറിറ്റിക്കും നമ്മുടെ സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു. തീർച്ചയായും ഇത്തരം ഇടപെടലുകളാണ് വാട്ടർ അതോറിറ്റിയെ പോലെ അല്ലെങ്കിൽ ആ ഭാഗത്തുള്ള കൗൺസിലർ ഗായത്രിയെ പോലെയുള്ള ആളുകളെ കൂടുതൽ ജനകീയമാക്കുന്നതും. താങ്ക് യു പ്രിയപ്പെട്ടവർ.